രാഹുൽ, നമ്മുടെ ജോബിൻ കട്ടപ്പന എന്ന് പറഞ്ഞ നമ്മുടെ ആദ്യം മുതലുള്ള പ്രേക്ഷകൻ പറഞ്ഞത് നല്ല മഴയാണെന്നാണ്, സത്യമല്ലേ? അശ്മി, നല്ല മഴയായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം തോർന്നിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്നലെ രാത്രിയിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല, കനത്ത മഴയായിരുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് പീരുമേട്, ദേവികുളം മേഖലകളിലാണ്. ദേവികുളത്ത് ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. മൂന്നാറിലാണ് ഏറ്റവും കൂടുതൽ മഴ ഇപ്പോഴും പെയ്യുന്നത്. നല്ലതണ്ണി ഭാഗത്ത് ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിന്നക്കനാൽ BL റാമിൽ ഒരു മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറായിട്ടുണ്ട്. മാത്രമല്ല ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ മരം മുറിച്ചു മാറ്റി വൈദ്യുതി ലൈനുകൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റാണ് ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഈ തോട്ടം മേഖലയിലൊക്കെ മരം ഒടിഞ്ഞു വീണ് വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ പലയിടങ്ങളിലും നേരിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ മൂന്നാർ മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് വ്യാപകമായി മണ്ണെടുത്തിട്ടുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ സാധ്യത നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് പോലെ നൽകിയിട്ടുണ്ട്. അത്തരം മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായ ജാഗ്രത പുലർത്തണം. മാത്രമല്ല ഈ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാമുകളിലൊക്കെ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട അളവിലേക്കോ അല്ലെങ്കിൽ റൂൾ കർവ് പരിധിയിലേക്കോ ജലനിരപ്പ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു ചെറു ഡാം, കല്ലാർകുട്ടി ഡാം മാത്രമാണ് എല്ലാ ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അത് മുതിരപ്പുഴയാറിലേക്കാണ്. അത് പിന്നീട് പെരിയാറിലേക്കും പാമ്പള ഡാമിലേക്കും ചെല്ലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ മഴയല്ല, കാറ്റാണ് ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. അത് ശക്തമായ കാറ്റാണ്, ചെറിയ കാറ്റൊന്നുമല്ല.